ഞങ്ങളുടെ പരിചയത്തിൽ തന്നെ പല ആളുകളുടെയും മക്കള് വിവാഹം വേണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന, അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി അല്ലേ. അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെടും. അപ്പൊ ഈ പേരൻസിന് എപ്പോഴും ഭയങ്കര വിഷമാണ്. അപ്പൊ എന്റെ അമ്മയോട് പറയുന്ന കാണാൻ വിളിച്ചു, മക്കൾ കല്യാണം വേണ്ടെന്നാ പറയുന്ന കമല ഇപ്പൊ എന്താ ചെയ്യാന്ന്. ഒരുപാട് പേരുണ്ട് ഇപ്പം. ഒരു അർത്ഥത്തിൽ അതിനെ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. അവരവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവരൊരിക്കില്ലേ. കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം വേണ്ട, നമുക്ക് ഒറ്റക്ക് വെച്ചാല് സാമ്പത്തികമായും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം ഉള്ള ആൾക്കാർ കൂടുതലും കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തുന്നത്. അത് കുറ്റം പറയാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ വേറെ വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു മുമ്പത്തെ ഞങ്ങളുടെയൊക്കെ തൊട്ട് മുമ്പത്തെ ജനറേഷനിൽ ഇത് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. അതൊരു ബിഗ് ട്രാപ്പ് ആയിരുന്നു. എന്റെ കാഴ്ചയിൽ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് ശേഷമുള്ള ആളുകളൊക്കെ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അല്ല, ഒരു വിഭാഗം എന്തായാലും എല്ലാത്തിലും ഈ പറയിപ്പിക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ഇപ്പൊ ദിശ അങ്ങനെ ഒരു കാര്യം പറയും, ഒരു ട്രാപ്പാണ് എന്ന് ചില സന്ദർഭങ്ങളിൽ പോലും തോന്നിയിട്ടുണ്ടാവുക. മറ്റുള്ളവരുടെ സപ്പോർട്ട് കുറവായിരിക്കാം എന്നൊക്കെ തോന്നുന്നു. നമുക്കിപ്പം എല്ലാത്തിനും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊരു കുടുംബമാകുമ്പോഴും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. കാരണം സത്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നില്ല.